എല്ലാവർക്കും പ്ലേ ആൻഡ് ലേൺ വിത്ത് PP ചാനലിലേക്ക് സ്വാഗതം. ഹലോ ഓൾ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന റെസിപ്പി മസാല ഇഡ്ഡലിയാണ്. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഇഡ്ഡലി തട്ടിൽ മാവ് ഒഴിക്കുന്നുണ്ട്. ഇഡ്ഡലിക്കുള്ള മാവ് എപ്പോഴും കട്ടിയായിട്ടിരിക്കുകയാണ് നല്ലത്. ദോശയ്ക്കുള്ളത് ഇച്ചിരി ലൂസായിട്ടിരിക്കണം. വെള്ളം ഒഴിച്ച് ലൂസാക്കണം. ഇഡ്ഡലിക്ക് ഒന്ന് അരയ്ക്കുന്നതിന് അതിനൊരു കൺസിസ്റ്റൻസി, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാവുന്നതാണ്. തട്ട് നിറയ്ക്കുക. ഇനി നമുക്ക് ഇഡ്ഡലി ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. പ്രിപ്പയർ ചെയ്യാം. ആദ്യം പാനിൽ സവാള വഴണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള എണ്ണ, കുറച്ച് കടുകിടാം. കടുക് പൊട്ടുന്നില്ല, വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പച്ചമുളക് ആയാലും ഇടാം. അല്ലെങ്കിൽ കറിവേപ്പില, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, സവാള നിങ്ങൾക്ക് ഇഡ്ഡലി കഴിക്കുന്നതിൻ്റെ ഇടയിൽ ക്രഞ്ചിനെസ് വേണമെങ്കിൽ, ഇത്തിരി കൂടുതൽ വേണമെങ്കിൽ സവാള കൂടുതൽ ആഡ് ചെയ്യാം. അല്ല ഇത്ര വേണമെങ്കിൽ അതിനനുസരിച്ച് കുറയ്ക്കും. അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഞാനിവിടെ ഒരു 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇടുക. ഓക്കെ, ഇത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഇഡ്ഡലിയിൽ കുറച്ച് ഉപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഉപ്പിട്ടിട്ടല്ലേ മാവ് വെച്ചത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് സവാളയ്ക്ക് ഇട്ടാൽ മതി. ഉപ്പ് കൂടിപ്പോയാൽ കുറയ്ക്കാൻ പാടില്ല. ഇതിനി കുറച്ച് നേരം നമുക്കിത് അടി പിടിക്കാതെ നോക്കൂ. നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വഴട്ടുക. സിമ്മിൽ വെച്ചിട്ട് വഴന്ന് വന്നതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസ്. ജ്യൂസി ആയിട്ട് വേണമെങ്കിൽ ഇത് ചോയ്സ് ആണ്. കെച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. ഇവിടെ എനിക്ക് ഇച്ചിരി സ്വീറ്റ്നെസ് വേണമെന്ന് തോന്നിയത് കൊണ്ട്, അല്ലെങ്കിൽ തക്കാളി ആഡ് ചെയ്യാം. തക്കാളിക്ക് നല്ല വിലയായതുകൊണ്ട് ഞാൻ തക്കാളി വാങ്ങിച്ചതാണ്. കട്ട് ചെയ്തു. ഇഡ്ഡലി ചെറിയ പീസസ് ആക്കി, ചെറുതെന്ന് വെച്ചാൽ ചെറുതല്ല. ഇനി മസാല ഇഡ്ഡലിയുടെ പിടിക്കാം. മസാല ഇഡ്ഡലി റെഡി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം.